മൂന്നാമത്തെ യുദ്ധക്കപ്പൽ ISC-2 ഉടൻ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തതായി സൂചന. പ്രതിരോധ രംഗത്ത് ഇന്ത്യക്ക് കരുത്താവാൻ തയ്യാറായ INS വിക്രാന്തിന് പിറകെ മൂന്നാമത്തെ യുദ്ധക്കപ്പലും ഉടൻ ഉണ്ടാവുമെന്ന് റിപ്പോർട്ട്. ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പൽ ISC-1 അഥവാ INS വിക്രാന്ത് കടൽ പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്നതിനിടെയാണ് ISC-2 ഉടൻ യാഥാർത്ഥ്യമാകുമെന്നുള്ള പുതിയ വാർത്ത പുറത്തുവരുന്നത്. 3 വിമാനവാഹിനി കപ്പലുകളുടെ സേവനമാണ് നാവികസേനയ്ക്ക് ഉടൻ ആവശ്യമുള്ളത്. ISC-ക്ക് രണ്ടാം പതിപ്പിന് കേന്ദ്ര സർക്കാരിൽ പദ്ധതിയൊരുങ്ങുന്നതായി പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. വിമാനവാഹിനി കപ്പലുകളുള്ള ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. INS വിക്രാന്ത്, INS വിക്രമാദിത്യ, INS വിരാട് എന്നീ വിമാനവാഹിനി കപ്പലുകളാണ് ഇന്ത്യൻ നാവികസേനയ്ക്കുണ്ടായിരുന്നത്. നിലവിൽ INS വിക്രമാദിത്യ മാത്രമാണ് സേവനത്തിലുള്ളത്. ഇന്ത്യയുടെ ആദ്യ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് 1971 യുദ്ധത്തിൽ പാകിസ്ഥാൻ നാവികസേനയുടെ നീക്കം ബംഗാൾ ഉൾക്കടലിൽ ചെറുത്തതിലൂടെ ഇന്ത്യൻ നാവിക ചരിത്രത്തിൽ ഗംഭീരേടാണ് എഴുതി ചേർത്തത്. 1957 ബ്രിട്ടനിൽ നിന്നും വാങ്ങിയ HMS ഹെർക്കുലീസ് എന്ന വിമാനവാഹിനി കപ്പൽ 1960 INS വിക്രാന്ത് എന്ന പേരിൽ കമ്മീഷൻ ചെയ്തത്. ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ 21 മുതൽ 23 വരെ വിമാനങ്ങളെ വഹിക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു. 1997 ജനുവരി 31 ഡീകമ്മീഷൻ ചെയ്തത്. 2012 വരെ മുംബൈയിൽ നാവിക മ്യൂസിയമായി സൂക്ഷിച്ച ഈ കപ്പൽ 2014 ലേലത്തിൽ വിറ്റു. ഈ കപ്പലിന് പകരമായാണ് ISC-1 വരുന്നത്. ബ്രിട്ടീഷ് റോയൽ നേവിയുടെ ഭാഗമായിരുന്ന HMS ഹെർമസ് വിമാനവാഹിനി കപ്പലാണ് INS വിരാടായി ഇന്ത്യൻ സേനയിൽ അവതരിച്ചത്. 1959 നിർമ്മിച്ച കപ്പൽ 1984 ബ്രിട്ടൻ ഡീകമ്മീഷൻ ചെയ്തു. 1987 ഇന്ത്യക്ക് വിൽക്കുകയായിരുന്നു. തുടർന്ന് 30 വർഷത്തോളം INS വിരാടായി ഇന്ത്യൻ സേനയുടെ ഭാഗമായ കപ്പലിന്റെ അവസാന യാത്ര 2016 ജൂലൈ 23 മുംബൈയിൽ നിന്നും കൊച്ചിയിലേക്കായിരുന്നു. 2017 മാർച്ച് 6 ഡീകമ്മീഷൻ ചെയ്തു. തുടർന്ന് വിറ്റ കപ്പൽ പൊളിക്കാൻ ഈ വർഷം ഏപ്രിൽ 12 സുപ്രീം കോടതി അനുമതി നൽകിയിരുന്നു. നിലവിൽ സേവനത്തിലുള്ള INS വിക്രമാദിത്യ റഷ്യയിൽ നിന്നും വാങ്ങിയതാണ്. 1987 നിർമ്മിച്ച കപ്പൽ അഡ്മിറൽ ഗോർഷ്കോവ് എന്ന പേരിൽ 1996 വരെ റഷ്യൻ സേനയുടെ ഭാഗമായിരുന്നു. 2004 കപ്പൽ ഇന്ത്യ വാങ്ങുന്നത്. 2013 നവംബർ 13 കമ്മീഷൻ ചെയ്ത കപ്പൽ 2014 ജൂൺ 14 INS വിക്രമാദിത്യ എന്ന പേരിൽ ഇന്ത്യൻ സേനയുടെ ഭാഗമാകുന്നത്. 284 മീറ്റർ നീളവും 61 മീറ്റർ വീതിയുമുള്ള ഈ കപ്പലിന് 22 ഡെക്കാണുള്ളത്. 30 നോട്ടിക്കൽ വേഗത്തിൽ സഞ്ചരിക്കാനാവുന്ന കപ്പലിന് ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ 36 വിമാനങ്ങളെ വഹിക്കാനാവും. രാജ്യത്ത് ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും വലിയ കപ്പലാണ് ISC-1. അടുത്ത വർഷം കമ്മീഷൻ ചെയ്യുന്ന കപ്പൽ അതിനുശേഷം INS വിക്രാന്ത് എന്നാണ് അറിയപ്പെടുക. ഡീകമ്മീഷൻ ചെയ്ത വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിന്റെ പേര് നിലനിർത്താനാണത്. 262 മീറ്റർ നീളവും 63 മീറ്റർ വീതിയുമുള്ള ISC-1 100 ഓഫീസർ ഉൾപ്പെടെ 1600 നാവികരെ ഉൾക്കൊള്ളാനാവും. വലിപ്പം വെച്ച് നോക്കുമ്പോൾ 3 ഫുട്ബോൾ മൈതാനങ്ങളോളം വരും. ഇത് റഷ്യൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന കപ്പലിന് മണിക്കൂറിൽ 28 നോട്ടിക്കൽ മൈൽ സഞ്ചരിക്കാനാവും. 40,000 ടൺ ഭാരമാണ് ഈ കപ്പലിന്റേത്. ഏകദേശം 3500 കോടിയോളം നിർമ്മാണ ചെലവുള്ള ISC-1 പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതോടെ 30 വിമാനങ്ങൾ വഹിക്കാനാവും. 20 ഫൈറ്റർ ജെറ്റുകളും 10 ഹെലികോപ്റ്ററും ഉൾപ്പെടുന്നതാണ് ഇത്. MiG-29K നാവികസേനയുടെ LCA എയർക്രാഫ്റ്റ് എന്നിവ വഹിക്കാനുള്ള സൗകര്യമുണ്ടാവും ഈ കപ്പലിൽ. മൊത്തം 3 റൺവേയാണ് കപ്പലിലുള്ളത്. ഇന്ത്യയുടെ അഭിമാനവും ആത്മനിർഭർ ഭാരതിന്റെ തിളക്കമാർന്ന ഉദാഹരണവുമാണ് തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ ISC എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചത്.